യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മഹനായ ലോഗോസ് ബൈബിൾ ക്വിസ് 2026 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 8 മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യം 1. യേശു എവിടെ നിന്നാണ് ഒലിവുമലയിലേക്ക് പോയത്? ഓപ്ഷൻസ്: എ. കഫർനാമിൽ നിന്ന്, ബി. ദേവാലയത്തിൽ നിന്ന്, സി. കഫർനാമിലെ സിനഗോഗിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ നിന്ന്. ചോദ്യം 2. എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? ഓപ്ഷൻസ്: എ. കഫർനാമിൽ നിന്ന്, ബി. മലയിൽ നിന്ന്, സി. ഒലിവുമലയിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ സി, ഒലിവുമലയിൽ നിന്ന്. ചോദ്യം 3. ജനങ്ങളെല്ലാം ദേവാലയത്തിൽ അവന്റെ അടുക്കലെത്തിയപ്പോൾ യേശു എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു, ബി. അവരെ പഠിപ്പിച്ചു, സി. വിശുദ്ധ ലിഖിതം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഉത്തരം ഓപ്ഷൻ എ, അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. ചോദ്യം 4. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയതാരാണ്? ഓപ്ഷൻസ്: എ. നിയമജ്ഞരും ഫരിസേയരും, ബി. യഹൂദർ, സി. ചില ഫരിസേയർ. ഉത്തരം ഓപ്ഷൻ എ, നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 5. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ എവിടേക്കാണ് കൊണ്ടുവന്നത്? ഓപ്ഷൻസ്: എ. കഫർനാമിലെ സിനഗോഗിലേക്ക്, ബി. കടൽ തീരത്തേക്ക്, സി. ദേവാലയത്തിലേക്ക്. ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിലേക്ക്. ചോദ്യം 6. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കല്ലെറിയണമെന്ന് മോശ എവിടെയാണ് കൽപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ. ന്യായപ്രമാണത്തിൽ, ബി. നിയമത്തിൽ, സി. ഗ്രന്ഥത്തിൽ. ഉത്തരം ഓപ്ഷൻ ബി, നിയമത്തിൽ. ചോദ്യം 7. യോഹന്നാൻ 8:10 ആരോടാണ് യേശു 2 ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ. ഫരിസേയരോട്, ബി. നിയമജ്ഞരോട്, സി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട്. ഉത്തരം ഓപ്ഷൻ സി, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട്. ചോദ്യം 8. തന്നെ അനുഗമിക്കുന്നവന് എന്തുണ്ടായിരിക്കുമെന്നാണ് യേശു ദേവാലയത്തിൽ വെച്ച് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. നിത്യജീവൻ, ബി. ജീവന്റെ പ്രകാശം, സി. ജീവന്റെ വെളിച്ചം. ഉത്തരം ഓപ്ഷൻ ബി, ജീവന്റെ പ്രകാശം. ചോദ്യം 9. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് യേശു പറഞ്ഞത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ്: എ. മലമുകളിൽ വെച്ച്, ബി. ദേവാലയത്തിൽ വെച്ച്, സി. ജെറുസലേമിലേക്കുള്ള വഴിയിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ വെച്ച്. ചോദ്യം 10. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ്: എ. ഫരിസേയർ, ബി. നിയമജ്ഞർ, സി. ജനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ, ഫരിസേയർ. അടുത്ത ചോദ്യം: ആരുടെ വിധിയാണ് മാനുഷികം? ഓപ്ഷൻസ്: എ. യഹൂദരുടെ, ബി. നിയമജ്ഞരുടെ, സി. ഫരിസേയരുടെ. ഉത്തരം ഓപ്ഷൻ സി, ഫരിസേയരുടെ. ചോദ്യം 12. എന്തുകൊണ്ട് യേശുവിൻ്റെ വിധി സത്യമാണ്? ഓപ്ഷൻസ്: എ. യേശു തനിച്ചല്ല, യേശുവിനെ അയച്ച പിതാവും യേശുവിനോട് കൂടെയുണ്ട്, ബി. യേശുവിന് പിതാവിൻ്റെ സാക്ഷ്യമുണ്ട്, സി. യേശു ചെയ്യുന്ന പ്രവൃത്തികൾ അവന് സാക്ഷ്യം നൽകുന്നു. ഉത്തരം ഓപ്ഷൻ എ, യേശു തനിച്ചല്ല, യേശുവിനെ അയച്ച പിതാവും യേശുവിനോട് കൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എഴുതിയിട്ടുള്ളത് എവിടെയാണ്? ഓപ്ഷൻസ്: എ. മോശയുടെ നിയമത്തിൽ, ബി. നിങ്ങളുടെ നിയമത്തിൽ, സി. നിയമഗ്രന്ഥത്തിൽ. ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങളുടെ നിയമത്തിൽ. ചോദ്യം 14. യോഹന്നാൻ 8:18 പ്രകാരം ആരെല്ലാമാണ് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നവർ? ഓപ്ഷൻസ്: എ. പിതാവും ആത്മാവും, ബി. പിതാവും യേശു ചെയ്യുന്ന പ്രവൃത്തികളും, സി. യേശുവും യേശുവിനെ അയച്ച പിതാവും. ഉത്തരം ഓപ്ഷൻ സി, യേശുവും യേശുവിനെ അയച്ച പിതാവും. ചോദ്യം 15. ദേവാലയത്തിൽ എവിടെ വെച്ചാണ് യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഓപ്ഷൻസ്: എ. ഭണ്ഡാര സ്ഥലത്ത് വെച്ച്, ബി. ഭണ്ഡാര സ്ഥലത്തിന് സമീപത്ത് വെച്ച്, സി. ദേവാലയത്തിനുള്ളിൽ. ഉത്തരം ഓപ്ഷൻ എ, ഭണ്ഡാര സ്ഥലത്ത് വെച്ച്. ചോദ്യം 16. താഴെ പറയുന്നവയിൽ ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് യേശു പറയാത്ത കാര്യങ്ങൾ ഏതാണ്? ഓപ്ഷൻസ്: എ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ബി. നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല, സി. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ചോദ്യം 18. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ആരും അവനെ പിടിക്കാതിരുന്നത്? ഓപ്ഷൻസ്: എ. അവർ ജനങ്ങളെ ഭയപ്പെട്ടിരുന്നതിനാൽ, ബി. അവൻ്റെ ചുറ്റും ജനക്കൂട്ടം ഉണ്ടായിരുന്നതിനാൽ, സി. അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നതിനാൽ. ഉത്തരം ഓപ്ഷൻ സി, അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നതിനാൽ. അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ്. ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ ഡാഷ്.
ഓപ്ഷൻസ് എ, നിങ്ങൾ എന്നെ കാണുകയില്ല. ബി, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. സി, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ചോദ്യം 20. അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ എന്ന് ചോദിച്ചതാരാണ്? ഓപ്ഷൻസ് എ, യഹൂദർ. ബി, ഫരിസേയർ. സി, ജനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ, യഹൂദർ. ചോദ്യം 21. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ, തന്നിൽ വിശ്വസിക്കാത്തവരോട്. ബി, യഹൂദരോട്. സി, ഫരിസേയരോട്. ഉത്തരം ഓപ്ഷൻ ബി, യഹൂദരോട്. ചോദ്യം 22. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് യേശു യഹൂദരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ. ബി, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ. സി, നിങ്ങൾ എന്നെയും എൻ്റെ പിതാവിനെയും അറിയുന്നില്ലെങ്കിൽ. ഉത്തരം ഓപ്ഷൻ എ, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ. ചോദ്യം 23. നീ ആരാണ് എന്ന് യഹൂദർ ചോദിച്ചപ്പോൾ യേശു നൽകിയ മറുപടി എന്താണ്? ഓപ്ഷൻസ് എ, നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ്, ഞാൻ ഈ ലോകത്തിൻ്റേതല്ല. ബി, ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സി, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. ഉത്തരം ഓപ്ഷൻ സി, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. ചോദ്യം 24. യോഹന്നാൻ 8:27 അവർ എന്തു മനസ്സിലാക്കിയില്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് എ, പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന്. ബി, പിതാവാണ് അവനെ അയച്ചതെന്ന്. സി, ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്നവൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ എ, പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന്. ചോദ്യം 25. യോഹന്നാൻ 8:28 പ്രകാരം പൂരിപ്പിക്കുക. എന്നെ അയച്ചവൻ ഡാഷ്. ഓപ്ഷൻസ് എ, സത്യവാനാണ്. ബി, പിതാവാണ്. സി, എന്നോട് കൂടെയുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, എന്നോട് കൂടെയുണ്ട്. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. യോഹന്നാൻ 8:30 പ്രകാരം അവനിൽ വിശ്വസിച്ചത് ആരാണ്? ഓപ്ഷൻസ് എ, വളരെ പേർ. ബി, ഫരിസേയരിൽ ചിലർ. സി, യഹൂദർ. ഉത്തരം ഓപ്ഷൻ എ, വളരെ പേർ. ചോദ്യം 27. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ, ശിഷ്യന്മാരോട്. ബി, തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. സി, തന്നിൽ വിശ്വസിച്ചവരോട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻസ് എ, തന്നിൽ വിശ്വസിച്ചവരോട്. ബി, തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. സി, തൻ്റെ ശിഷ്യന്മാരോട്. ഉത്തരം ഓപ്ഷൻ ബി, തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ചോദ്യം 29. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ, ഫരിസേയരോട്. ബി, തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. സി, തന്നിൽ വിശ്വസിക്കാത്തവരോട്. ഉത്തരം ഓപ്ഷൻ ബി, തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. ചോദ്യം 30. നിങ്ങൾ എപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്? ഓപ്ഷൻസ് എ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ. ബി, മനുഷ്യപുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ. സി, നിങ്ങൾ മനുഷ്യപുത്രനെ വിശ്വസിച്ചാൽ. ഉത്തരം ഓപ്ഷൻ എ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ. ചോദ്യം 31. അബ്രാഹത്തിന്റെ സന്തതികളായിട്ടും യഹൂദർ എന്തുകൊണ്ടാണ് യേശുവിനെ കൊല്ലാൻ ആലോചിക്കുന്നത്? ഓപ്ഷൻസ് എ, യേശുവിൻ്റെ വചനം അവരിൽ വസിക്കുന്നില്ല. ബി, അവരുടെ പിതാവ് പിശാചാണ്. സി, അവരിൽ സത്യമില്ല. ഉത്തരം ഓപ്ഷൻ എ, യേശുവിൻ്റെ വചനം അവരിൽ വസിക്കുന്നില്ല. ചോദ്യം 32. യോഹന്നാൻ 8:38 താൻ എന്തിനെപ്പറ്റി സംസാരിക്കുന്നുവെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ് എ, തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി. ബി, തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കേട്ടവയെപ്പറ്റി. സി, ദൈവത്തിൽ നിന്ന് കേട്ട സത്യത്തെപ്പറ്റി. ഉത്തരം ഓപ്ഷൻ എ, തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി. ചോദ്യം 33. നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നുവെന്നാണ് യേശു അവരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ, എന്നെ അറിയുമായിരുന്നു. ബി, അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. സി, എന്നിൽ വിശ്വസിക്കുമായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി, അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. ചോദ്യം 34. യോഹന്നാൻ 8:40 അനുസരിച്ച് യേശു എന്താണ് യഹൂദരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ, തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി. ബി, ദൈവത്തിൽ നിന്ന് കേട്ട സത്യം. സി, തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കേട്ടവയെപ്പറ്റി. ഉത്തരം ഓപ്ഷൻ ബി, ദൈവത്തിൽ നിന്ന് കേട്ട സത്യം. ചോദ്യം 35. നിങ്ങൾ ആരുടെ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നാണ് യോഹന്നാൻ 8:41 യേശു അവരോട് പറഞ്ഞത്?
ഓപ്ഷൻസ് എ പിശാചിന്റെ പ്രവൃത്തികൾ, ബി നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ, സി പിതാവിന്റെ പ്രവൃത്തികൾ. ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ. ചോദ്യം 36. ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നുവെന്നാണ് യേശു അവരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, ബി നിങ്ങൾ എന്നെ അറിയുമായിരുന്നു, സി നിങ്ങൾ എൻ്റെ വചനം പാലിക്കുമായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ചോദ്യം 37. യേശു പറയുന്നത് യഹൂദർ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? ഓപ്ഷൻസ് എ യേശുവിൻ്റെ വചനം ശ്രവിക്കാൻ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട്, ബി പിശാച് അവരുടെ പിതാവായതുകൊണ്ട്, സി അവർ ലോകത്തിൻ്റേതായതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ യേശുവിൻ്റെ വചനം ശ്രവിക്കാൻ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട്. കള്ളം പറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം സ്വഭാവമനുസരിച്ച് പിശാച് സംസാരിക്കുന്നത്? ഓപ്ഷൻസ് എ അവൻ ആദ്യം മുതൽ കൊലപാതകിയാണ്, ബി അവനിൽ സത്യമില്ല, സി അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഉത്തരം ഓപ്ഷൻ സി അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ചോദ്യം 39. ആദ്യം മുതൽ പിശാച് എന്താണ്? ഓപ്ഷൻസ് എ കള്ളം പറയുന്നവനാണ്, ബി കൊലപാതകിയാണ്, സി അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഉത്തരം ഓപ്ഷൻ ബി കൊലപാതകിയാണ്. ചോദ്യം 40. എന്തുകൊണ്ട് യഹൂദർ യേശുവിനെ വിശ്വസിക്കുന്നില്ല? ഓപ്ഷൻസ് എ യേശു സത്യം പറയുന്നതുകൊണ്ട്, ബി അവർ പിശാചിൽ നിന്നുള്ളവരാകയാൽ, സി അവർ ദൈവത്തിൽ നിന്നുള്ളവർ അല്ലാത്തതിനാൽ. ഉത്തരം ഓപ്ഷൻ എ യേശു സത്യം പറയുന്നതുകൊണ്ട്. യേശു സത്യം പറയുന്നതുകൊണ്ട് യഹൂദർ യേശുവിൽ വിശ്വസിക്കുന്നില്ല. ചോദ്യം 41. ആരാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നത്? ഓപ്ഷൻസ് എ ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, ബി കൃപ ലഭിച്ചവൻ, സി ദൈവത്തിൽ നിന്നുള്ളവൻ. ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിൽ നിന്നുള്ളവൻ. ദൈവത്തിൽ നിന്നുള്ളവനാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നത്. ചോദ്യം 42. എന്തുകൊണ്ട് യഹൂദർ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നില്ല? ഓപ്ഷൻസ് എ അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല, ബി അവർ അവരുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്, സി അവർ പിതാവിനെ അറിയുന്നില്ല. ഉത്തരം ഓപ്ഷൻ എ അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. ചോദ്യം 43. തങ്ങൾ എന്തു പറയുന്നത് ശരിയല്ലേ എന്നാണ് യഹൂദർ യോഹന്നാൻ 8:48 യേശുവിനോട് ചോദിച്ചത്? ഓപ്ഷൻസ് എ നിന്നിൽ പിശാചുണ്ട്, ബി നീ ഒരു സമരിയാക്കാരനാണ്, സി നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? ചോദ്യം 44. യോഹന്നാൻ 8:50 പ്രകാരം മഹത്വം അന്വേഷിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എ ഫരിസേയർ, ബി യഹൂദർ, സി വിധികർത്താവ്. ഉത്തരം ഓപ്ഷൻ സി വിധികർത്താവ്. ചോദ്യം 45. യോഹന്നാൻ 8:51 യേശു സത്യം സത്യമായി അവരോട് എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് എ ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല, ബി അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്, സി വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ചോദ്യം 46. യേശു എന്തു പറഞ്ഞപ്പോഴാണ് നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നുവെന്ന് യഹൂദർ പറഞ്ഞത്? ഓപ്ഷൻസ് എ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്, ബി എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു, സി ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഉത്തരം ഓപ്ഷൻ സി ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. അടുത്ത ചോദ്യം. യോഹന്നാൻ 8:55 പ്രകാരം തന്നെ മഹത്വപ്പെടുത്തുന്നത് ആരാണെന്നാണ് യേശു യഹൂദരോട് പറയുന്നത്? ഓപ്ഷൻസ് എ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവ്, ബി എന്നെ അയച്ചവൻ, സി വിധികർത്താവ്. ഉത്തരം ഓപ്ഷൻ എ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവ്. ചോദ്യം 48. യേശുവിൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആനന്ദിച്ചതാരാണ്? ഓപ്ഷൻസ് എ മോശ, ബി പിതാവായ അബ്രാഹം, സി ഏലിയ. ഉത്തരം ഓപ്ഷൻ ബി പിതാവായ അബ്രാഹം. ചോദ്യം 49. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. ആര് എന്താണ് കണ്ടത്? ഓപ്ഷൻസ് എ പിതാവായ അബ്രാഹം, ദൈവരാജ്യം, ബി യോഹന്നാൻ എൻ്റെ ദിവസം, അതായത് യേശുവിൻ്റെ ദിവസം, സി പിതാവായ അബ്രാഹം എൻ്റെ, അതായത് യേശുവിൻ്റെ ദിവസം. ഉത്തരം ഓപ്ഷൻ സി പിതാവായ അബ്രാഹം എൻ്റെ ദിവസം. ചോദ്യം 50. നിനക്കിനിയും എത്ര വയസ്സായിട്ടില്ല എന്നാണ് യഹൂദർ യേശുവിനോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ 40, ബി 50, സി 60.
ഉത്തരം ഓപ്ഷൻ ബി 50. നിനക്കിനിയും 50 വയസ്സായിട്ടില്ല. ചോദ്യം 51. എപ്പോഴാണ് യഹൂദർ യേശുവിനെ എറിയാൻ കല്ലുകളെടുത്തത്? ഓപ്ഷൻസ് എ. അവൻ ദേവാലയത്തിന് പുറത്തു വന്നപ്പോൾ. ബി. നിങ്ങളിലാർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ. സി. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവർ അവനെ എറിയുവാൻ കല്ലുകൾ എടുത്തത്. ചോദ്യം 52. അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തപ്പോൾ യേശു എങ്ങനെയാണ് ദേവാലയത്തിൽ നിന്ന് പുറത്തു പോയത്? ഓപ്ഷൻസ് എ. അവരിൽ നിന്ന് മറഞ്ഞ്. ബി. അവരുടെ ഇടയിലൂടെ. സി. അവരുടെ മധ്യത്തിലൂടെ. ഉത്തരം ഓപ്ഷൻ എ. അവരിൽ നിന്ന് മറഞ്ഞ്. ഓപ്ഷൻ 53. അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തപ്പോൾ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ് എ. മലയിലേക്ക് പോയി. ബി. പുറത്തു പോയി. സി. ഒലിവുമലയിലേക്ക് പോയി. ഉത്തരം ഓപ്ഷൻ ബി. പുറത്തു പോയി. ചോദ്യം 54. യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തത് ആരാണ്? ഓപ്ഷൻസ് എ. യഹൂദരിൽ ചിലർ. ബി. ജനക്കൂട്ടം. സി. യഹൂദർ. ഉത്തരം ഓപ്ഷൻ സി. യഹൂദർ. ചോദ്യം 55. എവിടെ വെച്ചാണ് യഹൂദർ യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തത്? ഓപ്ഷൻസ് എ. ദേവാലയത്തിൽ വെച്ച്. ബി. ദേവാലയത്തിന് പുറത്ത് വെച്ച്. സി. ദേവാലയത്തിന് സമീപത്ത് വെച്ച്. ഉത്തരം ഓപ്ഷൻ എ. ദേവാലയത്തിൽ വെച്ച്. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നന്ദി.